ഇത് വീട്ടുകാർ അറിയുന്നത് തന്നെ ഒരു കോൺഫറൻസ് കോളിലാണ്. അതെന്താ? അതങ്ങനെയാണ്. അതങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അതായത് നമ്മൾ വീട്ടുകാരോട് എല്ലാം മനസ്സിലെല്ലാം ഉറപ്പിച്ചൊരു ധാരണയായിട്ട് വീട്ടുകാരെ അറിയിക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം ഞാൻ ആരെയും ഫോണിലെടുത്തിട്ട് ആരെയും ഹോൾഡ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് പപ്പയെ വിളിച്ച് കോൺഫറൻസിലിട്ട് മമ്മി ഉണ്ടോ അടുത്ത്? ഉണ്ടല്ലോ, ലൗഡ് സ്പീക്കർ ഇട്ടു ഇട്ട് ആ മമ്മി ഞാൻ കല്യാണം കഴിക്കാൻ പോവാണേ. ശരിക്കും ഇങ്ങനെ ഉണ്ടോ? ഞാൻ ഒരാളെ പരിചയം അപ്പോൾ ആര്യ അറിയാമല്ലോ അവർക്ക് ഒബ്വിയസ്ലി. അപ്പോൾ ആര്യ മമ്മി ഓക്കെ എല്ലാം അറിയാലോ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരല്ല ബാക്കി നേരിട്ട് സംസാരിക്കും. ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ആരും അറിയാം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നില്ലേ? അപ്പൊ എന്തായിരുന്നു അവരുടെ ഉപദേശിച്ച് പിടിച്ചിരുത്തി. എന്താ പറഞ്ഞു? നന്നായിട്ട് ജീവിക്കണം. എനിക്കിതൊരു സെക്കൻഡ് മാരേജ് ആണല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി തലയിരിഞ്ഞ് പോകരുത്, നന്നായി ജീവിക്കണം, പരസ്പരം മനസ്സിലാക്കി. സാധാരണ റുട്ടീൻ അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാരും മക്കൾക്ക് തരുന്ന ഉപദേശം തന്നു. പക്ഷെ തലതിരിഞ്ഞ് പോരുതെന്ന് പറയുന്നത് നമ്മള് തലതിരിഞ്ഞ് പോയത് കൊണ്ടാണോ ഒരു കല്യാണം മോശമായി പോയത്? അങ്ങനെ നമുക്ക് അതായത് വെച്ചാല് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് പഴയ ആൾക്കാരല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ മമ്മിയും പപ്പയും തല്ലുവിടുന്നത് കാണാറുണ്ടല്ലോ. ഞാൻ ആലോചിക്കുകയാണ് ഇത് ഇപ്പോഴത്തെ കാലത്ത് പപ്പ ഒരു മിനിമം 10 പ്രാവശ്യം മമ്മിയെ ഡിവോഴ്സ് ചെയ്യണം, മമ്മി ഒരു 15 പ്രാവശ്യം പപ്പയെ ഡിവോഴ്സ് ചെയ്യണം. അവരങ്ങനത്തെ കാലഘട്ടത്തിൽ ജീവിച്ച് അവരാ ബോണ്ടിങ്ങോട് കൂടി ജീവിക്കുകയാണ്. നമുക്കൊന്നും ഇത് പറ്റത്തില്ല. ബിക്കോസ് നമ്മളെല്ലാവരും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി തേടി നടക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഇൻഡിവിജ്വാലിറ്റി, എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ സ്പേസ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ്. അവർ പറയുമ്പോൾ നമ്മൾ കേൾക്കുക എന്നല്ലാതെ അവരെ പഠിപ്പിക്കാൻ പോകരുത്, തോറ്റു പോകും.